സൂക്ഷിച്ചു വേണം, തെന്നല്ലേ തെന്നല്ലേ കേട്ടോ. അവിടെ ഇല്ല അവിടെ. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന വീടിൻ്റെ പുറവശത്ത്, അതായത് ഇവിടെ പമ്പയാറിൻ്റെ കരകവിയാറായി. പിള്ളേരൊക്കെ ഇവിടെ മേളിൽ കയറി നിന്ന് നോക്കുക, കണ്ടോ. അവർ മേളിൽ കയറി നിന്ന് നോക്കുക. കാണിക്കാമേ. ഇപ്പോൾ കണ്ടോണേ, ഒത്തിരി വെള്ളം കയറിയിട്ടുണ്ട്. കണ്ടോ, ഇത് അടുത്തൂടെ കാണിക്കാം. വെള്ളം നല്ലപോലെ ഇറങ്ങി വരിക. ഇത് ഞങ്ങളുടെ ഏകദേശം ഈ പറമ്പിൻ്റെ അടുത്തൂടെ പോകുന്നത്. ഈ താഴത്തെ തട്ടിൽ, ഇത് താഴത്തെ തട്ടാണ്. ഈ താഴത്തെ തട്ട് പറമ്പിൻ്റെ അടുത്തൂടെ ഇത് പോകുന്നത്. ഈ വെള്ളം ഇങ്ങനെ ഇവിടെ കെട്ടി നിൽക്കും. അതുകൊണ്ട് ഈ മുളങ്കൂട്ടത്തിൻ്റെ അവിടെ. പിന്നെ ഇവിടെ ഞങ്ങൾ മതിൽ കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് നമ്മുടെ വീട്. പത്തനംതിട്ട ജില്ലയിൽ അയിരൂർ വില്ലേജിൽ മൂക്കന്നൂർ എന്ന സ്ഥലത്ത് പമ്പയാറിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം നിങ്ങളുടെ വീടിൻ്റെ മുകളിലുള്ള ടെറസിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യമാണ് ഇപ്പോൾ. അതായത് ദൂരെ വൃഷ്ടിപ്രദേശത്തു നിന്ന് പമ്പയാർ ഒഴുകി വരുന്ന സ്ഥലത്ത് നിന്ന് ധാരാളം വെള്ളപ്പാച്ചിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ ഇന്ന് രാവിലത്തെ സ്ഥിതിയാണ്. അതുകൊണ്ട് ഈ ഭാഗം നമ്മുടെ മൂക്കന്നൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ആ ഒരു കടവാണ്. അവിടെ വെള്ളം ഇങ്ങോട്ട് കയറ്റി അടുപ്പിച്ചിരിക്കുക. വെള്ളം താഴെ ഇതുപോലെ ഒരു 10 സ്റ്റെപ്പ് 12 സ്റ്റെപ്പ് താഴെ ആണ് അവിടെ ആ വെള്ളം കിടന്നിരുന്നത്. ഇപ്പോൾ അത് 12 സ്റ്റെപ്പ് മുകളിലോട്ട് കയറ്റി ഇട്ടിരിക്കുകയാണ്. ആ സ്റ്റെപ്പൊക്കെ വെള്ളത്തിൽ മുങ്ങി. ആ പോസ്റ്റിൻ്റെ അപ്പുറത്തുനിന്ന് സ്റ്റെപ്പ് തുടങ്ങുകയാണ്. ഏകദേശം ഇവിടുന്ന് തന്നെയാണ് വെള്ളം കിടക്കുന്നതിൻ്റെ അവിടെ തന്നെ ആ സ്റ്റെപ്പ് തുടങ്ങുകയാണ്. താഴോട്ട് കടലെല്ലാം മുങ്ങി കിടക്കുക. ഇതാണ് സ്ഥിതി. ഇത് അമ്പലമാണ്, മഹാദേവ ക്ഷേത്രം. ഓ മഹാദേവ. ഇത് മേളിൽ നിന്നുള്ള ഒഴുക്ക് വെള്ളമാണ്. മേളിൽ നിന്നുള്ള നമ്മുടെ മൂക്കന്നൂർ ജംഗ്ഷൻ മേളിൽ ചെറുപ്പുറം ഭാഗത്തുനിന്ന് വരുന്ന ആ റോഡിൻ്റെ അവിടെ നിന്ന് വരുന്ന വെള്ളമാണ് ഈ ഒഴുക്ക് താഴോട്ട് പോകുന്നത്. ഒഴുകി നേരെ ആറ്റിലോട്ട് വരുന്ന ആ ഒരു സൈഡിൽ കൂടെ പ്രദേശങ്ങളാണ്. മൂക്കന്നൂർ കടവിൻ്റെ അവിടെ നിറയും. ഈ ഭാഗവും കൂടി നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഐലൻഡിൽ പെട്ട പോലെ ഏകദേശം ആകും. കാരണം പിന്നെ നമുക്ക് യാത്ര ദുഷ്കരമാകും. രാത്രി മഴ ഇങ്ങനെ തൊരാതെ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ വരാതിരിക്കട്ടെ. അവിടെ കാണിക്കമണ്ഡപമുണ്ട്. റോഡാണ്, റാന്നിക്ക് പോകുന്ന റോഡാണ്. ശംഭോ മഹാദേവ. ഇത് പഴയ മൂക്കന്നൂർ കടവിൻ്റെ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അത് ആ നിറഞ്ഞു കിടക്കുന്ന ആ തോട് ഇവിടെ മൂക്കന്നൂർ കടവായിരുന്നു. ഇപ്പോൾ അത് അടച്ച് ഇരിക്കുകയാണ് ആ കടവ്. ഇത് ഒരുപോലെ ഒരേ നിലയിൽ ഒരേ നിരപ്പിൽ കിടക്കുന്നു. പമ്പയാറും മൂക്കന്നൂർ കടവിൻ്റെ മേൽവശമുള്ള ചെറിയ കൃഷിത്തോട്ടം, അതായത് റബ്ബർ തോട്ടം. ഇത് മൂക്കന്നൂർ കടവിലോട്ടുള്ള പഴയ റോഡാണ്. ഈ റോഡ് ഇങ്ങനെ വരുന്ന മൂക്കന്നൂർ ജംഗ്ഷനിൽ നിന്ന് വരുന്ന കടവിലോട്ടുള്ള റോഡാണ്. ഏകദേശം ഇത് നിറഞ്ഞ് പമ്പയാറിൽ നിന്നുള്ള വെള്ളം കയറി കിടക്കുകയാണ്. ഇത്രയും കുറച്ച് ഭാഗം കൂടി ഉള്ളൂ ഈ കര മുങ്ങാനായിട്ട്. അങ്ങനെ നിലയിൽ നിൽക്കുകയാണ്. താഴ്ത്തുണ്ട്, കയറി വന്നിട്ടുണ്ട് വെള്ളം. ആ അറിയുന്നുള്ള വെള്ളം പഴയ തടി വീണ് കിടപ്പുണ്ട്. ഇത്രയും ഭാഗം ഒരു വെള്ളം എത്തി നിൽക്കുകയാണ്. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നാൽ ഇവിടെ എല്ലാം 2 വശത്തും വീടുകളാണ്. എന്നിട്ട് അങ്ങോട്ടുള്ള തോട്ടം മാറക്കര ഭാഗത്തേക്ക് പോകുന്ന തോട്ടമാണ്. അതായത് ജ്ഞാനാനന്ദ ഗുരുകുല വിദ്യാലയം ആ ഭാഗത്ത് അതിൻ്റെ ബാക്ക് വശം വരും. അപ്പോൾ ഗുരുകുല വിദ്യാലയത്തിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുമായിപ്പം. നേരത്തെ തന്നെ ഉച്ചയോടുകൂടി ഇപ്പോൾ ഏകദേശം 6 മണി സന്ധ്യ എടുക്കാറായി. 5:30 മണിയോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നിൽക്കുകയാണ് അന്തരീക്ഷം. മഴ ഇങ്ങനെ തുടർന്ന് നിൽക്കുകയാണ്. ഉച്ച കഴിഞ്ഞും ഒക്കെ അങ്ങനെ തോന്നിട്ടില്ല. ലെവലിൽ തന്നെ പമ്പയാറിങ്ങനെ കുറേശ്ശെ ഉയർന്ന് മുങ്ങുകയാണ് പമ്പയാറിൻ്റെ. ഈ വീഡിയോ എടുത്തത് ഓഗസ്റ്റ് 1-ാം തീയതിയാണ്. അതിന് ശേഷം ഇന്നൊക്കെ ആയപ്പോഴത്തേക്ക് ഓഗസ്റ്റ് 2-ാം തീയതി എല്ലാം വളരെ കുറഞ്ഞിട്ടുണ്ട് പമ്പയാറിലെ ജലനിരപ്പ്.